ഈ വീഡിയോ ഈ നിന്ന കോലത്തിൽ വീട്ടിൽ പോലും എത്താതെ ഞാൻ ചെയ്യുന്നെങ്കിൽ അതിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ കാര്യം എൻ്റെ ഇമോഷൻസ് എന്നെ ഓവർ പവർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നാട്ടുകാരിലേക്ക് എത്തിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ആരെങ്കിലും ദുബായിലേക്ക് വിസിറ്റ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിലോ എംപ്ലോയ്മെൻറ്റ് സീക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ മക്കളെ ദുബായിലോട്ട് തള്ളിവിടാൻ പറയുന്നുണ്ടെങ്കിലോ ഈ കാര്യം ഈ വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾ ഈ വീഡിയോ കറക്റ്റായിട്ട് അറിയണം. കാരണം ഞാൻ പറഞ്ഞ പോലെ പൊതുവേ ഞാൻ വീഡിയോസ് വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ പോലും അല്ല. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. ഞാൻ വീഡിയോ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുറത്ത് നിൽക്കുക, അതും ഞാൻ ജോലിക്ക് പോയി വന്ന് നിൽക്കുന്ന കോല. എത്ര മണിക്കൂറാണെന്നറിയാം? ഞാൻ 6-7 മണിക്കൂറോളം ഞാനൊരു ഡേ കെയറിൽ നഴ്സറി ടീച്ചറായിട്ട് ഞാൻ പോയിട്ട് നിന്നിട്ട് ഞാൻ വരുന്ന വഴിയാണ്. ഇതിന്ന് തുടങ്ങിയതല്ല ഗൈസ്. ഇന്നലെ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡെമോ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്. ഇന്നലെയല്ല, എനിക്ക് ആക്ച്വലി അത് കിട്ടിയത് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഞാൻ പോയി ഡെമോ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞു തിങ്കളാഴ്ച ഡെമോന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെമോന് പോയി. ഇന്നലെ മുഴുവനും ഞാൻ എത്ര മണിക്കൂർ നിന്നു എന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇരിക്കുന്നതും നമുക്ക് പ്രശ്നമല്ല. ഞാനൊരു ടീച്ചറായിരുന്നു. ടീച്ചിങ്ങിൻ്റെ പാഷനാണ്. പക്ഷേ അത്ര മണിക്കൂർ നിന്നിട്ട് ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് വീണ്ടും ഡെമോന് വരാൻ പറഞ്ഞു. ആ ഡെമോന് വരാൻ പറഞ്ഞതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഗൈസ്. എൻ്റെ വർക്ക് പെർമിറ്റും ജോബ് കോൺട്രാക്റ്റും ഞാൻ ചോദിച്ചു. ഞാനിവിടെ എൻ്റെ സ്പൗസ് വിസയിൽ നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അതറിയാം. ഞാൻ സ്പൗസ് വിസയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെനിക്ക് വിസ തരാത്തതുകൊണ്ട് എനിക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വേണം. ഞാൻ എൻ്റെ വർക്ക് പെർമിറ്റും പ്രോപ്പറായിട്ടുള്ള ജോബ് കോൺട്രാക്റ്റും കാണിച്ചതുകൊണ്ട് ഇന്ന് വീണ്ടും ഒരു ഡെമോന് വിളിച്ച് എന്നെ അവിടെ ഇട്ട് നാണം കെടുത്തി. ഞാൻ ഡെമോ എടുക്കാൻ ക്ലാസ് എടുക്കാൻ കയറിയപ്പോൾ വീണ്ടും വേറൊരാൾ ഇന്ന് അവരും ഡെമോ എടുക്കാൻ വന്നിരിക്കുന്നു. അതായത് നമ്മളെ അവിടെ വിളിച്ച് വരുത്തിയിട്ട് നീ ഇല്ലെങ്കിലും മറ്റൊരാൾക്ക് നിനക്ക് പകരമാവാൻ പറ്റും എന്ന് കാണിക്കുന്ന വല്ലാത്തൊരു വൃത്തികെട്ട ബിഹേവിയറായിരുന്നു. അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ ഒരു നഴ്സറി അത്ര നല്ലൊരു നഴ്സറിയുമല്ല. അവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും അവർ വർക്ക് പെർമിറ്റ് എടുത്ത് കൊടുത്തിട്ടുമില്ല. ആയയ്ക്ക് പോലും സാലറി കൊടുക്കാത്ത ആ ഒരു നഴ്സറിയിൽ കിട്ടാത്തത് ഭാഗ്യമാണെങ്കിലും സ്വന്തം വർക്ക് പെർമിറ്റും ഇവിടെ UAE വർക്കിംഗ് റൈറ്റും ചോദിച്ചതിന് വീണ്ടും ഒരു ജോലി പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യം. എത്ര സാലറി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 2000 ദിറംസ് സാലറി ചോദിച്ചതിനാ. ചെറിയ സമയമൊന്നുമല്ല. 8 to 6 വരെ ജോലി ചെയ്യും, 2 ബാച്ചിലെ കുട്ടികളെ നോക്കുകയും ചെയ്യണം, നഴ്സറിയിലെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടും 1800 to 2000 ദിറംസ് വരെ സാലറി ചോദിച്ചപ്പോൾ അവർക്ക് എന്നെ എടുക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു ഫർദർ റെസ്പോൺസസും ഇല്ലാതെ വേറെ ഡെമോ വെക്കുകയും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമ്മളെ കൊച്ചാക്കുകയും ചെയ്ത ഈ ഒരു കാര്യത്തിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒന്നും ഓർക്കുക സുഹൃത്തുക്കളെ, ഇവിടെ വർക്ക് വിസ ഇല്ലാതെ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വർക്ക് പെർമിറ്റ് എടുക്കണമെങ്കിൽ മിനിമം 5 ദിവസമാണ് പിടിക്കുന്നത്, അല്ലാതെ 5 മിനിറ്റ് അല്ല. 5 മിനിറ്റിൽ വർക്ക് പെർമിറ്റ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വർക്ക് പെർമിറ്റിനെ കുറിച്ച് കേൾവി പോലും ഇല്ലാത്ത ആൾക്കാർ വിസിറ്റ് വിസ തീരുന്നത് നിർത്തി ചൂഷണം ചെയ്ത് പകുതി സാലറി പോലും കൊടുക്കാതെ നൈസായിട്ട് ചവിട്ടി പുറത്താക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം UAE വർക്ക് കൾച്ചറിനുണ്ട്. ജോബ് സ്കാം എന്ന് പറയുന്ന ഒരു വർക്ക് കൾച്ചറിന് നിങ്ങൾ UAE വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്നെപ്പോലെ വെറുതെ 1 മണിക്കൂറിന് 60 ദിറംസ് വെച്ച് വാങ്ങുന്ന ഡേ കെയർ വരെ ഒരു ദിവസത്തിന് 60 ദിറംസ് ഉണ്ട്. ഞാൻ ഒരു ദിവസത്തിന് 60 ദിറംസ് കൂട്ടിയാലും എൻ്റെ 120 ദിറംസിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വെറുതെ ഒന്നുമില്ലാതെ ഒരു വർക്ക് പെർമിറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ, ജോബ് കോൺട്രാക്റ്റിൻ്റെ റൈറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. നിന്ന കോലത്ത് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല. ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇതിന്ന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാച്ചാൽ നിങ്ങളെങ്കിലും രക്ഷപ്പെടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ബൈ ഗൈസ്.